നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താനൂർ മണ്ഡലത്തിൽ അവകാശവാദമുയർത്തി CPM ലീഗ് നേതാക്കൾ. താനൂരിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പെന്ന CPM ജില്ലാ സെക്രട്ടറി അംഗം E. ജയൻ. UDFന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുമെന്നും CPM നേതാവ്. CPM നേതാവിന്റെ പ്രസ്താവന പരാജയം മുന്നിൽ കണ്ടാണെന്നും മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി MP അഷ്റഫ്. വിജയം UDFിനെന്നും അഷ്റഫ്. ശരീരത്തെ മാത്രമല്ല മനസ്സിന്റെ അകക്കണ്ണിലേക്ക് കൂടി കടന്നു ചെല്ലാൻ കഴിയുന്നവരാണ് ഡോക്ടർമാരെന്ന മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ. ഡോക്ടർ MG ഷാജി രചിച്ച ഓർമ്മയിലെ കാറ്റാടി മരങ്ങൾ പ്രകാശനം ചെയ്തു. സ്നേഹത്തിന്റെ രുചിക്കൂട്ടിൽ ബിരിയാണി വിളമ്പി കിൻഷിപ്പ് ഫൗണ്ടേഷൻ. 40,000 പേർക്ക് ഒറ്റ പന്തലിലാണ് ഭക്ഷണം തയ്യാറാക്കിയത്. സംസ്ഥാനത്ത് ഇന്ന് 6,194 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ജില്ലയിൽ COVID-19 സ്ഥിരീകരിച്ചത് 549 പേർക്ക്. വിശദമായ വാർത്തകളിലേക്ക്. താനൂരിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പെന്ന് CPM ജില്ലാ സെക്രട്ടറി അംഗം E. ജയൻ. UDFന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുമെന്നും കോൺഗ്രസിൽ നിന്ന് നല്ലൊരു വിഭാഗം വോട്ടും ലീഗിന്റെ പരമ്പരാഗത വോട്ടുകളും ഇടതുമുന്നണിക്ക് കിട്ടിയതായും ഇത് തടയാൻ ലീഗ് നേതൃത്വത്തിനായില്ലെന്നും E. ജയൻ പറഞ്ഞു. പല നേതാക്കളെയും തഴഞ്ഞുള്ള സ്ഥാനാർത്ഥി നിർണയം ലീഗിന് തിരിച്ചടിയാകുമെന്നും E. ജയൻ കൂട്ടിച്ചേർത്തു. നല്ല ഭൂരിപക്ഷത്തോടുകൂടി താനൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി V. അബ്ദുറഹ്മാൻ തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ളതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ പ്രാഥമിക കണക്കെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അത് പൂർത്തിയായതിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരും. അതോടൊപ്പം തന്നെ താനൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിനിധി MLA ആയിട്ടുണ്ടാവും. ഇതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുമെന്നൊക്കെ അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം UDF എന്ന സംവിധാനം വളരെ ശക്തമായിരുന്നു തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. അത് പ്രത്യക്ഷത്തിൽ നേതാക്കന്മാർ തമ്മിൽ ശക്തമായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അണികൾ അത്രത്തോളം ശക്തമായിട്ടല്ല അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അവർ പല പ്രദേശങ്ങളും പ്രത്യേകമായി കേന്ദ്രീകരിച്ച് പറയുന്നുണ്ട്. ആ പ്രദേശത്തൊക്കെ വൻ ഭൂരിപക്ഷം കിട്ടുന്നുണ്ട്. അവിടുത്തൊക്കെ മഹാഭൂരിപക്ഷം വരുന്ന കോൺഗ്രസിൻ്റെ അണികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. താനൂർ നിയോജക മണ്ഡലത്തിലെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി V. അബ്ദുറഹ്മാൻ നല്ല ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കുമെന്നും UDFന്റെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നതായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്നും കോൺഗ്രസിന്റെ നല്ലൊരു ശതമാനം വോട്ടും ലീഗിന് കിട്ടിക്കൊണ്ടിരുന്ന പരമ്പരാഗത വോട്ടുകളും ഇത്തവണ ഇടതുമുന്നണിക്കാണ് ലഭിച്ചതെന്നും സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ ലീഗിന് തിരിച്ചടിയാകുമെന്നും CPM ജില്ലാ സെക്രട്ടറി അംഗം E. ജയൻ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ ഉന്നതരായ നേതാക്കന്മാർ താനൂരിലുണ്ട്. ആ താനൂരിലുള്ള നേതാക്കന്മാരൊന്നും പരിഗണിക്കാതെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം വരെ പരിഗണിക്കപ്പെട്ട ലീഗ് നേതൃത്വമുണ്ട്, താനൂരിലെ ലീഗ് നേതൃത്വമുണ്ട്. പക്ഷേ അവരെ സ്ഥാനാർത്ഥിയാക്കാതെ ഒരു സ്ഥാനാർത്ഥിയെ പുതുതായിട്ട് കൊണ്ടുവരികയാണ്. അതിലുള്ള അതൃപ്തി നല്ലപോലെ ഉണ്ട്. പ്രത്യേകിച്ച് താനൂരിലെ മുസ്ലിം ലീഗ് അണികൾക്ക് നല്ലപോലെ എല്ലാവർക്കും സ്വീകാര്യരായ ഒട്ടേറെ പേരുകൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെ താനൂരിൽ ഇനി അത്ര ഒരു നേതൃത്വം ഉയർന്നു വരരുത്. ഇവിടുത്തെ മുസ്ലിം ലീഗിനകത്ത് ഒരു വിഭാഗം അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് അവരുടെ താല്പര്യങ്ങളാണ്. ആ താല്പര്യം ലീഗിനകത്ത് വളർത്തിക്കൊണ്ടുവന്ന് ലീഗിനകത്തൊരു കോക്കസ് ഉണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് മുസ്ലിം ലീഗ് നേതൃത്വം പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ ലീഗിനകത്തുണ്ട്. ഉന്നതന്മാരായ ലീഗ് നേതാക്കന്മാർ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരികയും അതേപോലെ തന്നെ താനൂരിൽ V. അബ്ദുറഹ്മാൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നതോടുകൂടി താനൂരിലെ മുസ്ലിം ലീഗിനകത്തുള്ള ഉന്നതന്മാരായ നേതാക്കൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലീഗിനെ തള്ളിപ്പറഞ്ഞ വക്കീലാണ് റോഡ് ഷോക്ക് എത്തിയത്. പ്രചരണഘട്ടത്തിൽ ഇടതുമുന്നണി ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാൻ UDF സ്ഥാനാർത്ഥിക്കായില്ലെന്നും പല സ്വീകാര്യതയുള്ള നേതാക്കളെയും തഴഞ്ഞു നടത്തിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ലീഗിന് തിരിച്ചടിയാകുമെന്നും BJP വോട്ടുകൾ UDFന് മറിച്ചതായും E. ജയൻ ആരോപിച്ചു. വലിയ വിഭാഗം വോട്ട് RSSന്റെ വോട്ട് UDFന് മറിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ RSS ശാഖകൾക്കും ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വലിയ അളവിൽ ആ വോട്ട് ലീഗ് വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കുറേ പോൾ ചെയ്യപ്പെടാതെ BJPയുടെ വോട്ട് പോയിട്ടുണ്ട്. ഈ ലീഗിന് വോട്ട് ചെയ്യാൻ പറഞ്ഞോട് കൂടിയിട്ട് ഒരു വിഭാഗം മരവിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വോട്ട് വന്നിട്ടുണ്ട്. RSSന്റെ എല്ലാ ശാഖകൾക്കും നിശ്ചിത ശതമാനം വോട്ട് ലീഗിന് അത് സംസ്ഥാന അടിസ്ഥാനത്തിലുണ്ട്. എങ്ങനെയും ജയിക്കുക എന്നുള്ളതാണ്. എന്ത് വിധേനയും എന്ത് കളവ് പറഞ്ഞാലും എന്ത് രാഷ്ട്രീയ അല്പത്തരം പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും അധികാരത്തിലെത്തുക എന്നുള്ളതായി അവസാന ലാപ്പിൽ UDFന്റെ അജണ്ട. എന്ത് പറഞ്ഞിട്ടും ജനങ്ങൾ യേശുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്തും പറയുക എന്നുള്ളിടത്തേക്ക് അത് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ BJP RSS വോട്ടിടും. അപ്പം പല സ്ഥലത്തുനിന്നും അതിപ്പോൾ ആക്രിക്കടയിലാണ് വട്ടിയൂർക്കാവിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിൻ്റെ പോസ്റ്റർ ആക്രിക്കടയിൽ തൂക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലായില്ലേ? ഇതിൻ്റെ സാധാരണ ജനത്തിന് ഇത് മനസ്സിലാവുമല്ലോ എന്താണ് നമ്മുടെ നാട്ടിൽ UDFന്റെ പ്രവർത്തനം
എന്നുള്ളത്. അപ്പോൾ BJP, കോൺഗ്രസ്, ലീഗ് തുടങ്ങിയിട്ടുള്ള തീവ്ര മതവർഗീയ ശക്തികൾ യോജിച്ച് നിന്നാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. താനൂരിലും തിരൂരിലും പരിസര പ്രദേശങ്ങളിലൊക്കെ സമാനമായ അന്തരീക്ഷം തന്നെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ജനം വലിയ തിരിച്ചടി അവർക്ക് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. UDF സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് ലീഗ് വോട്ട് ചോർന്നെന്ന CPM നേതാവിന്റെ പ്രസ്താവന പരാജയം മുന്നിൽ കണ്ടാണെന്നും മുസ്ലിം ലീഗ് താനൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി MP അഷ്റഫ് പറഞ്ഞു. CPMന്റെ വോട്ടുകളാണ് ചോർന്നതെന്നും പാർട്ടി വിടുന്നത് ഏത് പാർട്ടിയിലെ ഉന്നതരാണെന്ന് മെയ് 2-ന് അറിയാമെന്നും പാർട്ടിക്ക് സ്വീകാര്യനായ സ്ഥാനാർത്ഥി തന്നെയാണ് PK ഫിറോസ് എന്നും MP അഷ്റഫ് പറഞ്ഞു. വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് UDF നിൽക്കുന്നത്. കാരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ താഴെത്തട്ടിൽ ഒത്തൊരുമയോടുകൂടി ശക്തമായ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ബൂത്ത് തലങ്ങളിൽ നിന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കണക്കെടുത്ത് നോക്കിയപ്പോൾ തന്നെ വളരെയധികം ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. താനൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി PK ഫിറോസ് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും UDF ഒറ്റക്കെട്ടായാണ് പ്രവർത്തിച്ചതെന്നും CPM നേതാവ് നടത്തിയ പ്രസ്താവന പരാജയം മുന്നിൽ കണ്ടുള്ളതാണെന്നും മുസ്ലിം ലീഗ് നേതാവ് MP അഷ്റഫ് പറഞ്ഞു. BJPയുടെ RSSന്റെ വോട്ട് ലീഗ് വാങ്ങി അല്ലെങ്കിൽ UDF വാങ്ങി എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം പരാജയം തുറന്ന് സമ്മതിക്കുകയാണ്. കാരണം ഇത് 2-ാം തീയതി വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി PK ഫിറോസ് ബഹുഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. ഈ നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കുകയും ചെയ്തു. അതിനുള്ള ആദ്യത്തെ ന്യായീകരണമാണ് ഇപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. UDFന് BJPയുടെയും RSSൻ്റെയൊക്കെ തന്നെ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അന്ന് 2-ാം തീയതി വോട്ടെണ്ണിക്കഴിഞ്ഞാൽ UDF വിജയിച്ചു കഴിഞ്ഞാൽ പറയേണ്ട ന്യായീകരണം ഒരു മുൻകൂർ ജാമ്യമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഒരു ജയൻ എന്ന പോലത്തെ ഒരു CPM നേതാവിന് ഇതേ പറയാൻ പാടുള്ളൂ. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വ്യക്തമായി ഇടത് ക്യാമ്പിൽ തന്നെ ഈ മണ്ഡലം നഷ്ടപ്പെട്ടു പോയി എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അവരുടെ വിലയിരുത്തലുകൾ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ വിലയിരുത്തിയതിൻ്റെ കണക്കുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ V. അബ്ദുറഹിമാൻ എന്ന് പറയുന്ന താനൂരിലെ മുൻ MLA എന്ന് തന്നെ പറയാം, മുൻ MLA അടുത്ത 2-ാം തീയതി വരെ അദ്ദേഹം ഉറങ്ങണം. അദ്ദേഹത്തെ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജയൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടിട്ടാണ് ജയൻ അദ്ദേഹത്തിൻ്റെ V. അബ്ദുറഹിമാനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷം ഇവിടെ ജയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ആരുടെ വോട്ടാണ് ചോർന്നതെന്ന് വോട്ടെണ്ണൽ കഴിഞ്ഞാൽ ബോധ്യമാവുമെന്നും CPM കേന്ദ്രങ്ങളിൽ നിന്നും വോട്ടുകൾ PK ഫിറോസിന് ലഭിച്ചിട്ടുണ്ടെന്നും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നും അതെല്ലാം ഫലപ്രഖ്യാപനം വരുന്നതോടെ തെളിയുമെന്നും അഷ്റഫ് പറഞ്ഞു. ഇടത് കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നിട്ടുള്ളത് അത് വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒഴൂർ ഭാഗത്തുനിന്ന് CPMൻ്റെ കേഡർ വോട്ടുകൾ CPMന് കാലാകാലങ്ങളിലായി വോട്ട് ചെയ്തിരുന്ന ഒഴൂർ ഭാഗത്തുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജയൻ്റെ മൂക്കിന് താഴെ താനാളൂർ പഞ്ചായത്തിലെ പടിഞ്ഞാറ് മേഖലയിൽ വോട്ടെണ്ണട്ടെ പടിഞ്ഞാറ് മേഖലയിൽ നിന്നും ഗണ്യമായ രീതിയിൽ തന്നെ PK ഫിറോസിന് വോട്ട് ലഭ്യമായിട്ടുണ്ട്. നിറമരുതൂർ പഞ്ചായത്തിൽ നിന്നും PK ഫിറോസിന് ലഭ്യമായിട്ടുണ്ട്. വോട്ടെണ്ണിക്കയട്ടെ 2-ാം തീയതി തെളിയിച്ചു തരാം ഞങ്ങൾ. എന്നിട്ട് ആരാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏത് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരാണ് ഇടതുപക്ഷത്ത് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നതൊക്കെ നമുക്ക് അന്നേരം അറിയാം. യാതൊരു ആശങ്കയും നമുക്ക് പരാജയ ഭീതിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആധാരം. PK ഫിറോസ് യോഗ്യനായ സ്ഥാനാർത്ഥി തന്നെയാണെന്നും പാർട്ടി ഒറ്റക്കെട്ടായാണ് പ്രചരണ രംഗത്തുണ്ടായതെന്നും CPM നേതാവ് പരാജയ ഭീതി മൂലമാണ് പല കാര്യങ്ങളും തുറന്നു പറയുന്നതെന്നും MP അഷ്റഫ് പറഞ്ഞു. PK ഫിറോസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഒരു സുപ്രഭാതത്തിൽ ഒരു പൊതുപ്രവർത്തകനായിട്ട് ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ വന്നതല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. ഒരു നിലപാടുള്ള വ്യക്തിത്വമാണ്. ഇന്നിപ്പോൾ കാലികമായ രീതിയിൽ തന്നെ നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞില്ലേ. അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വാദഗതികൾ ശരിയാണ് എന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. ലോകായുക്ത ഇന്ന് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള വാദഗതികൾ പരിപൂർണമായും ശരിയാണ് എന്ന് മാത്രമല്ല അടിയന്തരമായും ആരോപണ വിധേയനായ മന്ത്രിയെ പുറത്താക്കണമെന്നുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ളത്. ശരീരത്തെ മാത്രമല്ല മനസ്സിന്റെ അകക്കണ്ണിലേക്ക് കൂടി കടന്നു ചെല്ലാൻ കഴിയുന്നവരാണ് ഡോക്ടർമാരെന്ന് മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ അഭിപ്രായപ്പെട്ടു. തിരുനൂറിലേക്കിൽ ഡോക്ടർ MG ഷാജി രചിച്ച ഓർമ്മയിലെ കാറ്റാടി മരങ്ങൾ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് കാലത്ത് നിരവധി പുസ്തകങ്ങളാണ് ഡോക്ടർമാർ രചിച്ചിട്ടുള്ളത്. ഒരേ സമയം മനസ്സുകൾ ആനന്ദിപ്പിക്കുകയും അറിവിനെ വികസ്വരമാക്കുകയും ചെയ്യുന്നവയാണ് മിക്കതും. ഏറെ തിരക്കുകൾക്കിടയിലും സർഗസമ്പന്നമായ മനസ്സുമായി ഹൃദയവ്യാപാരം നടത്തുന്നത് തികച്ചും അഭിനന്ദനാർഹമാണെന്ന് മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ അഭിപ്രായപ്പെട്ടു. സർഗാത്മക സാഹിത്യത്തിന് വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ്
ഇന്നത്തെ ഈ പുസ്തക പ്രകാശന ചടങ്ങ്. കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഞാൻ ഏതാണ്ട് 20ഓളം പുസ്തക പ്രകാശന ചടങ്ങുകളിൽ സംബന്ധിക്കുകയുണ്ടായി. ഈ പുസ്തകങ്ങളുടെ എല്ലാം പൊതുവായ ഒരു സ്വഭാവം, അവ ഒരേ സമയം നമ്മുടെ മനസ്സുകളെ ആനന്ദിപ്പിക്കുകയും അറിവിനെ വികസ്വരമാക്കുകയും ചെയ്യുന്നവ ആണ് എന്നതാണ്. തിരൂരിലെ ഡോക്ടർ MG ഷാജി രചിച്ച ഓർമ്മയിലെ കാറ്റാടി മരങ്ങൾ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർട്ടൂണിസ്റ്റ് വേണു മാസ്റ്റർക്ക് നൽകിയാണ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്. തിരൂർ നൂറിലേക്കിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അഡ്വക്കേറ്റ് S ഗിരീഷ് അധ്യക്ഷനായിരുന്നു. ഓരോ വാക്കുകളും നിത്യജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഡോക്ടർ ആശാ വാര്യർ, ഡോക്ടർ അസീം, MS ഭരത് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സ്വദേശിയായ ഡോക്ടർ MG ഷാജി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദവും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡെർമറ്റോളജിയിൽ MD ബിരുദവും നേടി. ഞാനിങ്ങനെ എഴുതി തുടങ്ങിയപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ ചെറിയ കഥകളൊക്കെ എഴുതാണ്. അപ്പോൾ അവരിങ്ങനെ അടിമുടി എന്നെ ഇങ്ങനെ നോക്കി. ഒരു കുഴപ്പമില്ലാത്ത ആളായിരുന്നു. അപ്പോൾ ഭാര്യയോടൊക്കെ ചിലവർ ചോദിക്കാൻ തുടങ്ങി, പെരുമാറ്റത്തിലൊക്കെ വല്ല വ്യത്യാസം കാണുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു പെരുമാറ്റത്തിലൊന്നും കുഴപ്പമില്ല, സാധാരണ പോലെ ജോലിക്കൊക്കെ പോകേണ്ടി വരുന്നുണ്ട്. 1999 മുതൽ തിരൂർ കേന്ദ്രമാക്കി പ്രാക്ടീസ് ചെയ്തു വരികയാണ്. തിരൂരിലെ സാമൂഹ്യ തൽപരരായ യുവാക്കളുടെ കൂട്ടായ്മയായ അൽ അമീൻ വെൽഫെയർ ഗ്രൂപ്പിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നു. വീടിന്റെ ശിലാസ്ഥാപനവും വാർഷികാഘോഷോദ്ഘാടനവും പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അൽ അമീൻ വെൽഫെയർ ഗ്രൂപ്പ് 10ാം വാർഷികവും ബൈദുൽ അമീൻ ശിലാസ്ഥാപനവും പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. തിരൂർ ഏഴൂരിലെ സാമൂഹ്യ തൽപരരായ യുവാക്കളുടെ കൂട്ടായ്മയായ അൽ അമീൻ വെൽഫെയർ ഗ്രൂപ്പ് ഏഴൂരിലെ അൽ അമീൻ നഴ്സറി പരിസരത്തെ നിർധനരായ കുടുംബത്തിന് വീട് വെച്ചു നൽകുന്നത്. AKUML മുനിസിപ്പൽ സെക്രട്ടറി AK സൈദാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ഏഴൂർ ജുമാ മസ്ജിദ് ഖത്തീബ് സൈനുദ്ദീൻ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. അൽ അമീൻ വെൽഫെയർ ഗ്രൂപ്പ് ചെയർമാൻ പുളിക്കൽ നാസർ, വാർഡ് കൗൺസിലർ നജീബുദ്ദീൻ, മനോജ് പാറശ്ശേരി, സീനത്ത് അമ്മേങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. സ്നേഹത്തിന്റെ രുചിക്കൂട്ടിൽ ബിരിയാണി വിളമ്പി കിൻഷിപ്പ് ഫൗണ്ടേഷൻ. 40,000 പേർക്ക് ഒറ്റ പന്തലിലാണ് ഭക്ഷണം തയ്യാറാക്കിയത്. ശാരീരിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് സൗജന്യമായി ഫിസിയോതെറാപ്പി അടക്കമുള്ള വൈദ്യസഹായവും ഭക്ഷണവും യാത്രാ സൗകര്യങ്ങളും നൽകുന്ന സന്നദ്ധ സംഘടനയാണ് കിൻഷിപ്പ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഫിസിയോതെറാപ്പി അടക്കമുള്ള വൈദ്യസഹായവും ഭക്ഷണം, യാത്രാ സൗകര്യം എന്നിവയും സൗജന്യമായി നൽകി പ്രവർത്തിക്കുന്ന കിൻഷിപ്പ് അതിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ ധനസമാഹരണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്നേഹതീരം വളണ്ടിയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചാലഞ്ച് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. സുമനസ്സുകളുടെ സഹായത്തോടെ സ്നേഹസമ്പന്നമായ ബിരിയാണി വിളമ്പുക എന്നതും അതുവഴി ലഭിക്കുന്ന തുക കൊണ്ട് കിൻഷിപ്പിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചിറകുക എന്നതുമാണ് ലക്ഷ്യം. തിരൂർ MS സ്കൂൾ പരിസരത്തൊരുക്കിയ മെഗാ ബിരിയാണി ചാലഞ്ചിന്റെ പന്തൽ അക്ഷരാർത്ഥത്തിൽ ഒരു നാടിന്റെ കൂട്ടായ്മയുടെ നേർസാക്ഷ്യം കൂടിയായി. കോൺഫെഡറേഷൻ ഓഫ് കേരള കാറ്ററിംഗ് അസോസിയേഷനിലെ 200ഓളം പാചക തൊഴിലാളികൾ 200ഓളം ചെമ്പിലാണ് സ്നേഹത്തിന്റെ ബിരിയാണി തയ്യാറാക്കിയത്. തിരൂരിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള 1000ഓളം വളണ്ടിയർമാരാണ് ബിരിയാണി ചാലഞ്ചിന്റെ ഭാഗമായത്. കഴിഞ്ഞ 7 വർഷമായി 100ഓളം ഭിന്നശേഷിക്കാർക്ക് പുതിയ ലോകം തുറന്നുകൊടുത്ത കിൻഷിപ്പിൽ ഇപ്പോൾ 30ഓളം പേരാണുള്ളത്. ബിരിയാണി ചാലഞ്ച് തിരൂർ ഏറ്റെടുത്തപ്പോൾ കിൻഷിപ്പ് ഭാരവാഹികളും ഏറെ സന്തോഷത്തിലാണ്. വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെ തിരുനാവായ പല്ലാറിലെ 25 ഏക്കറോളം വരുന്ന നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങുമെന്ന ആശങ്കയാണ് കർഷകർ പങ്കുവയ്ക്കുന്നത്. താൽക്കാലിക ആശ്വാസമായി ഡാമുകളുടെ ഷട്ടറുകൾ തുറന്ന് പ്രശ്നം പരിഹരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കതിരായ ഏക്കർ കണക്കിന് നെൽപ്പാടമാണ് വരൾച്ചയിൽ വിണ്ടുകീറിയത്. കഴിഞ്ഞ വേനലിൽ തരിശായി കിടന്ന ഭൂമി കൃഷിയോഗ്യമാക്കി വിത്തിട്ടവരാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായത്. പല്ലാറിലെ 20 ഏക്കറോളം വരുന്ന ഭൂമി പാട്ടത്തിനെടുത്താണ് ഈ കർഷകർ വിത്തിറക്കിയത്. കർഷകരുടെ പ്രതീക്ഷയ്ക്കൊപ്പം നെല്ലും വളർന്നു. കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടുന്ന വരുമാനമായിരുന്നു ഇവരുടെ പ്രതീക്ഷ. എന്നാൽ വരൾച്ച കർഷകരുടെ പ്രതീക്ഷകൾ മങ്ങലേൽപ്പിച്ചു. ഭാരതപ്പുഴയിൽ നിന്നും പമ്പ് ചെയ്ത് കനാൽ വഴിയെത്തുന്ന വെള്ളത്തിലായിരുന്നു കർഷകരുടെ പ്രതീക്ഷ. ഭാരതപ്പുഴയിൽ വെള്ളം കുറഞ്ഞതോടെ പമ്പിംഗ് നടത്താൻ കഴിയാതെ വന്നു. ഇത് നെൽകൃഷിയുടെ നാശത്തിന് വഴിവെച്ചു.
കതിർവന്ന നെൽമണികൾ പതിരായി മാറിയത് ആശങ്കയോടെയാണ് കർഷകർ പങ്കുവെക്കുന്നത്. ഇതാ ഇവിടെ ഇപ്പോൾ തിരുനാവായ നിളയിൽ വെള്ളമില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ ചമ്മടം പദ്ധതിയും തൃത്താലയിലുള്ള നമ്മളെ ബണ്ടുകൾ 2 ഷട്ടറുകളുടെ പണിയാണ്. അത് കാരണം കൊണ്ടാണ് ഇവിടെ പുഴയിൽ പെട്ടെന്ന് ക്രമാതീതമായിട്ട് വെള്ളം കുറഞ്ഞു പമ്പ് ഹൗസ് വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇത് കാരണം കൊണ്ട് ഈ പ്രദേശത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇവിടെ അതാ കംപ്ലീറ്റ് കട്ട പൊട്ടി കണ്ടങ്ങളൊക്കെ ഉണങ്ങി കിടക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് പുഴയിൽ വെള്ളം ലഭിക്കുന്നതിന് വേണ്ടി ഡാം മറ്റെന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ തടയണം എന്തെങ്കിലും സംരക്ഷിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഇപ്പോഴത്തെ നിലവിലുള്ള ഞങ്ങളുടെ പ്രയാസങ്ങൾ തീർക്കാനും ഇവിടെ കുടിവെള്ളക്ഷാമം മൊത്തം പരിഹരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തെ സംരക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡാം തുറന്ന് ഞങ്ങളുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതർ വേണ്ട നടപടി കൈക്കൊള്ളണം. ഇല്ലെങ്കിൽ ഇവിടുത്തെ കർഷകരുടെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് കോവിഡിനേക്കാളും വലിയൊരു ഭയാനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാവുകയാണ്. ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ഉയർത്താൻ സമീപ ജില്ലയിലെ ഡാം തുറക്കണമെന്നും വെള്ളം സംരക്ഷിച്ചു നിർത്താൻ പല്ലാറിൽ തടയണ നിർമ്മിക്കണമെന്നുമാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. നെൽപ്പാടങ്ങൾ വരണ്ടുണങ്ങിയാൽ പ്രദേശത്തെ കർഷകർ കടക്കണിയിലാകുമെന്നും പ്രശ്നപരിഹാരത്തിന് അധികാരികൾ ശ്രമിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഹ്റാബി ആവശ്യപ്പെട്ടു. വെള്ളമില്ലാഞ്ഞാൽ ഈ കർഷകർ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കി വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നിലയിലെത്തിച്ചിരിക്കുന്നത് ഈ നെൽകൃഷി. അതുകൊണ്ട് ഇതിന് ബന്ധപ്പെട്ടവർ ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ അവരുടെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായ അവസ്ഥയിലാണ്. അവർ ആത്മഹത്യ വരെ എത്തി നിൽക്കും. അതുകൊണ്ട് ഇതിന് വേണ്ട പരിഹാരം ആരെങ്കിലും ഇതിനുള്ളൊരു പരിഹാരം ചെയ്ത് തരണം എന്നാണ് പറയാനുള്ളത്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. സീബ്ര ലൈനിന് മുകളിൽ വഴിയടച്ച് പരസ്യ ബോർഡ്. എടരിക്കോട് ജംഗ്ഷനിലെ സീബ്ര ലൈനിന് മുകളിലാണ് പരസ്യ ബോർഡ് സ്ഥാപിച്ചത്. സംഭവത്തിൽ പ്രതിഷേധമുയർന്നതോടെ വെള്ളിയാഴ്ച വൈകുന്നേരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബോർഡ് പൊളിച്ചുമാറ്റി. എടരിക്കോട് ജംഗ്ഷനിലെ സീബ്ര ലൈനിന് മുകളിലാണ് പരസ്യ ബോർഡ് സ്ഥാപിച്ചത്. സംഭവത്തിൽ പ്രതിഷേധമുയർന്നതോടെ വെള്ളിയാഴ്ച വൈകുന്നേരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബോർഡ് പൊളിച്ചുമാറ്റി. വ്യാഴാഴ്ച രാത്രിയാണ് റോഡിലെ ഡിവൈഡറിന് മുകളിലായി ബോർഡ് സ്ഥാപിച്ചത്. ബോർഡ് സ്ഥാപിച്ചത് ആരാണെന്ന് പോലും വ്യക്തമല്ല. തിരക്കേറിയ എടരിക്കോട് ജംഗ്ഷനിൽ കാൽനട യാത്രക്കാർക്ക് ഹൈവേ മുറിച്ചു കടക്കാനുള്ള ഏക വഴിയായിരുന്നു ഇത്. വഴിയടഞ്ഞതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. തുടർന്ന് നാഷണൽ ഹൈവേ അധികൃതരെ വിവരമറിയിച്ചപ്പോൾ ഇത്തരത്തിലൊരു പരസ്യ ബോർഡ് സ്ഥാപിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മാസ് വാക്സിനേഷൻ ക്രഷിംഗ് കർവുമായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാക്സിനേഷൻ ദ്രുതഗതിയിലാക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ്. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മാസ്ക് വാക്സിനേഷൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ ക്രഷിംഗ് കർവ് എന്ന പേരിലാണ് മാസ്ക് വാക്സിനേഷൻ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിക്ക് ആവശ്യമായ വാക്സിൻ നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കും. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏറെക്കുറെ ആളുകൾക്കും ഇതിനകം വാക്സിൻ നൽകി കഴിഞ്ഞു. ശേഷിക്കുന്നവർക്ക് വരും ദിവസങ്ങളിൽ വാക്സിൻ ഉറപ്പുവരുത്തും. മാനദണ്ഡം അനുസരിച്ചായിരിക്കും വാക്സിൻ വിതരണത്തിന്റെ മുൻഗണന. സംസ്ഥാനത്ത് ഇതുവരെ 11% പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ശേഷിക്കുന്ന 89% പേർക്ക് രോഗം വരാതിരിക്കാൻ വാക്സിനേഷൻ വേഗത്തിലാക്കും. ഇതിനകം 95%-ലധികം ആരോഗ്യ പ്രവർത്തകർക്കും വാക്സിൻ നൽകി കഴിഞ്ഞു. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും വാക്സിൻ എടുത്തു എന്ന് ഉറപ്പുവരുത്താനുള്ള മാസ് ക്യാമ്പയിനാണ് ആരംഭിച്ചിരിക്കുന്നത്. മരണനിരക്ക് 0.4% പിടിച്ചു നിർത്താനായത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ്. ഇപ്പോൾ കോവിഡ് കേസുകൾ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ചെയിൻ ബ്രേക്ക് ചെയ്യുക എന്നതാണ് പ്രധാനം. ഏപ്രിൽ വളരെയേറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണെന്നും ശാസ്ത്രീയമായി നടത്തിയ പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നാൽ കോവിഡ് പിടിച്ചു നിർത്താനാകുമെന്നും ആരോഗ്യവകുപ്പ്. ജില്ലയിൽ ഒരാഴ്ചക്കിടെ ഡെങ്കി ലക്ഷണങ്ങളോടെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് 10 പേർ. കഴിഞ്ഞ 3 ദിവസത്തിനിടെയാണ് 6 കേസുകളും റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറത്തിനു പുറമെ എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് മുൻ മാസങ്ങളെ അപേക്ഷിച്ച് ഡെങ്കി കേസുകൾ വർദ്ധിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ജില്ലയിലെ ഡെങ്കി കേസുകളുടെ എണ്ണം തീർത്തും കുറയ്ക്കാൻ സാധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും വേനൽമഴ ലഭിച്ചിട്ടുണ്ട്. ഡെങ്കി രോഗം പരത്തുന്ന ഈഡിസ് ഈജിപ്തി വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്ന സാഹചര്യം തടയേണ്ടതുണ്ട്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനൊപ്പം പാഴ്വസ്തുക്കളും മറ്റും വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാനും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. ഒരാഴ്ചക്കിടെ 2488 പേരാണ് വൈറൽ പനി ബാധിച്ച സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഒരു ദിവസം ശരാശരി 300 പേർ പനി ബാധിച്ച ചികിത്സ തേടുന്നുണ്ട്. കോവിഡ് ഭീതിയിൽ ആശുപത്രിയിലെത്തുന്ന ചികിത്സ തേടാൻ മടിക്കുന്നവരും ഏറെയാണ്. ഇന്നലെ 436 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. താനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കോവിഡ് വാക്സിനേഷൻ സ്പെഷ്യൽ ക്യാമ്പുകൾക്ക് 12-ന് തുടക്കമാകും.
തീരമേഖലയിൽ 4 കേന്ദ്രങ്ങളിലാണ് ക്യാമ്പ് നടക്കുന്നത്. താനൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും താനൂർ നഗരസഭയുടെയും ആഭിമുഖ്യത്തിലാണ് തീരമേഖലയിൽ കോവിഡ് വാക്സിൻ സ്പെഷ്യൽ ക്യാമ്പുകൾ ആരംഭിക്കുന്നത്. നഗരസഭാ പരിധിയിലെ 60 വയസ്സിന് മുകളിലുള്ളവരും 45 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവരും ഏതെങ്കിലും തരത്തിലുള്ള അസുഖബാധിതരും ക്യാമ്പുകൾ സന്ദർശിച്ച് കോവിഡ് വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. വാക്സിനേഷനായി വരുന്നവർ ആധാർ കാർഡും പ്രവർത്തന സജ്ജമായ ഒരു മൊബൈൽ നമ്പറും കൂടെ കൊണ്ടുവരേണ്ടതാണ്. 12/4/2021 ഉച്ചയ്ക്ക് 1 മണി മുതൽ 5 മണി വരെ ഫക്കീർ പള്ളി മദ്രസയിലും 13/4/2021 ഉച്ചയ്ക്ക് 1 മണി മുതൽ 5 മണി വരെ GMLP സ്കൂൾ എടക്കടപ്പുറത്തും ഏപ്രിൽ 13, 15 തീയതികളിൽ രാവിലെ 10 മുതൽ 5 വരെ പ്ലസന്റ് സ്കൂളിലും ഏപ്രിൽ 16, 20, 21, 22 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഫാറൂഖ് പള്ളി മദ്രസയിലും ഏപ്രിൽ 23, 27 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ GMLP സ്കൂളിൽ ചീരാങ്കടപ്പുറത്തുമാണ് ക്യാമ്പുകൾ നടക്കുന്നത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് നിന്ന് 6194 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ജില്ലയിൽ COVID-19 സ്ഥിരീകരിച്ചത് 549 പേർക്കാണ്. ഇന്ന് രോഗമുക്തരായവർ 304 പേരാണ്. സംസ്ഥാനത്ത് ഇന്ന് 6194 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. എറണാകുളം 977, കോഴിക്കോട് 791, തിരുവനന്തപുരം 550, മലപ്പുറം 549, തൃശൂർ 530, കണ്ണൂർ 451, ആലപ്പുഴ 392, കോട്ടയം 376, കൊല്ലം 311, പാലക്കാട് 304, കാസർഗോഡ് 286, പത്തനംതിട്ട 256, ഇടുക്കി 230, വയനാട് 191 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 61,957 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10 ജില്ലയിൽ ഇന്ന് COVID-19 സ്ഥിരീകരിച്ചത് 549 പേർക്ക്. ഇന്ന് രോഗമുക്തരായവർ 304. ഇതുവരെ ജില്ലയിൽ രോഗമുക്തരായവർ 1,23,371 പേർ. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവർ 528. ഉറവിടമറിയാതെ രോഗബാധിതരായവർ 9. വിദേശ രാജ്യത്തു നിന്നെത്തിയ 4 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 8 പേർക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവർ 2210. കോവിഡ് പ്രത്യേക ആശുപത്രികളിൽ 136, കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 86, കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 75 പേരുമാണ്. ആകെ നിരീക്ഷണത്തിലുള്ളവർ 18,871. കോവിഡ് ബാധിച്ച് ഇതുവരെ ജില്ലയിൽ മരിച്ചത് 618 പേർ. ഭാരതീയ അഭിഭാഷക പരിഷത്ത് സംസ്ഥാന കൗൺസിൽ യോഗം തിരൂരിൽ നടന്നു. കേരള ഹൈക്കോടതി ജസ്റ്റിസ് N. നാഗരേഷ് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ അഭിഭാഷക പരിഷത്ത് സംസ്ഥാന കൗൺസിൽ യോഗം തിരൂരിൽ നടന്നു. കേരള ഹൈക്കോടതി ജസ്റ്റിസ് N. നാഗരേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. വന്ദേമാതരം ദേശീയ ഗാനമാക്കണം എന്നൊരു വിഭാഗം ആൾക്കാർ പറഞ്ഞു. കാരണം സ്വാതന്ത്ര്യത്തിന് ഏറ്റവും അധികം ഊർജം നൽകിയിട്ടുള്ള ഒരു ഗാനമാണ്. പക്ഷെ അത് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, ഇല്ല, വന്ദേ മാതരം സെക്കുലർ അല്ല, അതുകൊണ്ട് അത് ദേശീയ ഗാനമാക്കാൻ സാധിക്കില്ല. ഒടുവിൽ ഒരു കോംപ്രമൈസ് എത്തുന്നു, നമുക്ക് ജനഗണമന ദേശീയ ഗാനമാക്കാം. വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 8 വരി അത് മതി. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ഭാരതത്തെ ദുർഗയോടും കാളിയോടും ഒക്കെ ഉപമിക്കുന്നുണ്ട്. അത് വർഗീയതയാണ്. വന്ദേ മാതരം 8 വരി, ആദ്യത്തെ കോംപ്രമൈസ് അവിടെ വരികയാണ്. അന്ന് വരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഭാരത് മാതാ കി ജയ് എന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചവർക്ക് 47 ഓഗസ്റ്റ് 15 ശേഷം ഭാരത് മാതാ കി ജയ് വിളിക്കാൻ മടി വരുന്നു. ഭാരതമാതാവ് സിംഹപ്പുറത്തിരിക്കുന്ന ഒരു ദേവിയാണ്. ആ ദേവിയെ നമ്മൾ എങ്ങനെ ജയ് വിളിക്കും? അത് മതേതരത്വത്തിന് വിരുദ്ധമല്ലേ? അങ്ങനെ ഭാരത് മാതാ കി ജയ്ക്ക് പോലും പ്രശ്നമാണ്. അഡ്വക്കേറ്റ് S. രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് V. N. രാജീവൻ, അഡ്വക്കേറ്റ് N. അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ സഭാ സെക്ഷനിൽ അഡ്വക്കേറ്റ് A. രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് വിളകുടി S. രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് B. അശോക്, അഡ്വക്കേറ്റ് AR. ഗംഗദാസ്, അഡ്വക്കേറ്റ് KM. കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തിരുനാവായ റീ എക്കോയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് എംപവർമെന്റ് സെന്റർ ഉദ്ഘാടനവും തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടന്നു. യൂത്ത് എംപവർമെന്റ് സെന്ററിന്റെ ഉദ്ഘാടനവും മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റ് ലോഞ്ചിങ്ങും നടന്നു. 3 പതിറ്റാണ്ടായി തിരുനാവായ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സംഘടനയായ റീ എക്കോയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് എംപവർ സെന്ററിന്റെ ഉദ്ഘാടനം തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്തിൽ സുഹ്റാബി നിർവഹിച്ചു. തൊഴിൽ
പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കാടാമ്പുഴ മൂസ ഗുരുക്കളും മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ലോഞ്ചിങ് ചങ്ങമ്പള്ളി പടിഞ്ഞാറേതിൽ കുഞ്ഞാലൻ ഗുരുക്കളും നിർവഹിച്ചു. റിയക്കോ പ്രസിഡന്റ് സി കിളർ അധ്യക്ഷത വഹിച്ചു. CPM ഹാരിസ്, സതീശൻ കളിച്ചാത്ത, ചങ്ങമ്പള്ളി മുസ്തഫ ഗുരുക്കൾ, KK അബ്ദുൾ റസാഖ് ഹാജി, അബ്ദുൾ വാഹിദ് പല്ലാർ, K ദേവയാനി, സൂർപ്പിൽ ബാവ ഹാജി, EP സലീം തുടങ്ങിയവർ സംസാരിച്ചു. തിരുപ്പൊറ്റോത്ത് റോഡിൽ സുപ്രഭയിൽ RK ഡ്രൈ ക്ലീനേഴ്സ് ഉടമ മുരളി പോഴത്തിന്റെ ഭാര്യയും പരേതരായ തലൂർ കുമാരമേനോൻ പാങ്ങാട്ട് കടലമ്പത്തൂർ ചിന്നക്കുട്ടി അമ്മയുടെ മകളായ TP നാണിക്കുട്ടി നിര്യാതയായി. 64 വയസ്സായിരുന്നു. JCI ഇന്ത്യ മുൻ ദേശീയ പ്രസിഡന്റ് രാംകുമാർ മേനോൻ മകനാണ്. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. തലക്കാട് കുറ്റൂർ സ്വദേശിയും മുസ്ലിം ലീഗ് പ്രവർത്തകനുമായ CH ബഷീർ നിര്യാതനായി. തിരുബിപ്പിയങ്ങാടി ഗേൾസ് ഹൈസ്കൂൾ PTA പ്രസിഡന്റും SYS SMF തുടങ്ങിയ സംഘടനകളിലെ പഞ്ചായത്ത് ഭാരവാഹിയുമാണ്. ഷാഹിദയാണ് ഭാര്യ. ഫായിസ്, ഫസീറ, സഫ്ന, നഹില എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താനൂർ മണ്ഡലത്തിൽ അവകാശവാദമുയർത്തി CPM ലീഗ് നേതാക്കൾ. താനൂരിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E ജയൻ. UDFന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുമെന്നും CPM നേതാവ്. CPM നേതാവിന്റെ പ്രസ്താവന പരാജയം മുന്നിൽ കണ്ടാണെന്നും മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി MP അഷ്റഫ്. വിജയം UDFനെന്നും അഷ്റഫ്. ശരീരത്തെ മാത്രമല്ല മനസ്സിന്റെ അകക്കണ്ണിലേക്ക് കൂടി കടന്നു ചെല്ലാൻ കഴിയുന്നവരാണ് ഡോക്ടർമാരെന്ന മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ. ഡോക്ടർ MG ഷാജി രചിച്ച ഓർമ്മയിലെ കാറ്റാടി മരങ്ങൾ പ്രകാശനം ചെയ്തു. സ്നേഹത്തിന്റെ രുചിക്കൂട്ടിൽ ബിരിയാണി വിളമ്പി കിൻഷിപ്പ് ഫൗണ്ടേഷൻ. 40,000 പേർക്ക് ഒറ്റ പന്തലിലാണ് ഭക്ഷണം തയ്യാറാക്കിയത്. സംസ്ഥാനത്ത് ഇന്ന് 6,194 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ജില്ലയിൽ COVID-19 സ്ഥിരീകരിച്ചത് 549 പേർക്ക്. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.